ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രതീക്ഷ പുറത്തിറങ്ങി വന്നപ്പോൾ രഞ്ജിത അവളെ കൊണ്ടുപോകാനായിട്ട് കാത്തു നിൽപ്പുണ്ട്. പക്ഷെ ചുറ്റിനും നോക്കിയ പ്രതീക്ഷനോട് ശ്രീനിലയത്തിന് ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആരും നിന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടില്ല എന്നുള്ള കാര്യം രഞ്ജിത പറയാം. അപ്പോൾ ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല എന്ന് പ്രതീക്ഷ നേരം പറയണം. എങ്കിലും ഇത്രയും നാളും ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരാഗ്രഹമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പ്രതീക്ഷ ഇങ്ങനെ പറയുന്നേ. പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ ആരെങ്കിലുമൊക്കെ വരുമെന്ന് ആഗ്രഹിക്കില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. വരില്ല എന്നൊക്കെ എനിക്കറിയാം, എങ്കിലും ഉള്ളുകൊണ്ട് വെറുതെ ആഗ്രഹിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രതീക്ഷ പറയണേ. അപ്പൊ നിനക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം, തൽക്കാലം നമുക്ക് വീട്ടിലോട്ട് പോകാം, നീ വിഷമിക്കേണ്ട, നിനക്കിപ്പം നല്ല ക്ഷീണമുണ്ട്, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചിട്ട് എന്ത് വേണമെന്ന് ആലോചിക്കാം എന്നും പറഞ്ഞങ്ങനെ രഞ്ജിത പറയണു. ഭക്ഷണവും വിശ്രമവും ഒന്നും അല്ല എനിക്കിപ്പോൾ വേണ്ടത്, എൻ്റെ മനസ്സൊന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് ചിലതൊക്കെ ചോദിച്ചേ മതിയാകൂ എന്ന് നമ്മുടെ പ്രതീക്ഷ പറഞ്ഞപ്പോൾ നിന്നെ കാണാൻ വരാത്തതിനും അതുപോലെ ജാമ്യത്തിൽ ഇറക്കാൻ വരാത്തതിനും സുമിത്രയ്ക്ക് ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാകും എന്ന് നമ്മുടെ രഞ്ജിത പറഞ്ഞപ്പോൾ അതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പ്രതീക്ഷ പറഞ്ഞപ്പോൾ അതൊക്കെ നിന്റെ ഇഷ്ടം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഞാനതിൽ യാതൊരു അഭിപ്രായവും പറയില്ല എന്ന് രഞ്ജിത പറയാം. നീ കയറ്, നമുക്ക് പോകാം, ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് ആലോചിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് വേണ്ടി ഞാനൊരു ജോലി ശരിയാക്കാം, നിങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ വരാം എന്ന് പ്രതീക്ഷ പറയാം. പക്ഷെ അതിനു മുൻപ് എനിക്ക് ശ്രീനിലയത്തിൽ എത്തണം, ചിലത് ചെയ്ത് തീർക്കാനുണ്ട്, ബന്ധങ്ങളുടെയും സ്വന്തങ്ങളുടെയും വില എന്താണെന്ന് എനിക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എന്തായാലും ഈ സഹായത്തിന് എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുക. പക്ഷേ അതിനൊരു അവസരം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും എന്ന് നമ്മുടെ പ്രതീക്ഷ പറയാം. നിങ്ങളെനിക്ക് തിരിച്ചു തന്നത് എനിക്കെൻ്റെ ജീവിതമാണ്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നും പ്രതീക്ഷ പറയുവാണ്. പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ അവിടെ നിന്ന് പോണു. ഇനി നിന്റെ കാര്യം അതെൻ്റെ കൈകളിൽ തന്നെയാണടാ, ഇനി നിന്റെ സകല ഇതും ഞാനാണ് നിയന്ത്രിക്കാൻ പോകുന്നത്. സുമിത്രേ, ഇനി നിനക്ക് നേരെ ഞാൻ ഇറക്കാൻ പോകുന്ന ആയുധം നിന്റെ അരികിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധവും നീ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് നിൽക്കുക രഞ്ജിത. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുമിത്രയെയും അതുപോലെ നമ്മുടെ സ്വരമോളയും ആട്ടോ. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിങ്ങനെ ആ ഒരു മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കും. അപ്പൊ ആ വഴിതേ നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ വരുന്നതും അതുപോലെ ഓട്ടോയിൽ ഇങ്ങനെ വന്നങ്ങ് ഇറങ്ങി. അപ്പൊ ഓട്ടോയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതല്ലേ താൻ പറഞ്ഞ മാർക്കറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ പൈസ കൊടുത്തപ്പോഴത്തേക്കും ആ ചേട്ടന്റെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രതീഷിനോട് ചില്ലറ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ചില്ലറ ഇല്ലെന്ന് പറഞ്ഞു പ്രതീഷ. എന്താടോ, തന്റെ 3 ചക്ര വണ്ടിയിൽ വന്നു തരുന്ന യാത്രക്കാരുണ്ടല്ലോ, അവരാണ് ആ ഒരു ആൾക്കാരാണ് ബോസ്, താൻ ഞങ്ങൾക്കാണ് ചില്ലറ തരേണ്ടത് അങ്ങനെയൊക്കെ പറയുക. അപ്പൊ ചില്ലറ സൂക്ഷിക്കേണ്ടത് തന്റെ ചുമതലയാണെന്ന് പറഞ്ഞ് പ്രതീഷ അയാളോട് ചീത്ത വിളിച്ചു. അതില്ലെങ്കിലേ വേറെ എവിടെയെങ്കിലും പോയി മാറിക്കൊണ്ട് വരണം, അല്ലാതെ ഒരുമാതിരി ചൊറിഞ്ഞ സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ വിവരം അറിയുമെന്ന് പ്രതീക്ഷ പറയാം. ഇത് പിടിക്കടോ, പോയി ചില്ലറ വാങ്ങിക്കൊണ്ട് വാടോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പൊ എനിക്ക് തന്റെ പൈസ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓട്ടോക്കാരൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ തൻ്റെയൊക്കെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊന്നും എന്നോട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്റെ ബാക്കി പണം തന്നിട്ട് താൻ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഈ സ്വരമോൾ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കാം. അപ്പൊ ഷർട്ട് പിടിക്കുന്നോടോ എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോക്കാരൻ, പിന്നെ ഓട്ടോക്കാരനെ പ്രതീക്ഷ വഴിയിട്ട് അടിച്ചു. പിന്നെ ആ വഴിയിൽ കിടന്ന് ഭയങ്കര ഇടിയൊക്കെ, സ്വരമോളുടെ മുന്നിൽ കിടന്ന് ഭയങ്കര ഒരിത്. അപ്പോഴേക്കും നിനക്കെന്നെ അറിയില്ല, ഞാൻ ജയിൽ പുള്ളിയാണെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ എടാ ഓർത്ത് വെച്ചോ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ ഭയങ്കര അപ്പോഴേക്കും സ്വരമോള് നോക്കുന്നു, അതുപോലെ സുമിത്ര നോക്കുന്നു. പക്ഷെ ആൾക്കാരിങ്ങനെ വന്ന് പ്രതീക്ഷനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് കൊണ്ട് പ്രതീക്ഷന്റെ മുഖം തെളിയുന്നില്ല. ആ സമയം സുമിത്രയും സ്വരമോളും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സുമിത്രയ്ക്ക് ആകെ വിഷമം. മോളിങ് വാ, അതൊന്നും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വരമോള് വിളിച്ചുകൊണ്ട് പോണു. അപ്പോൾ അത് കഴിഞ്ഞ് അവരങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് ശീതളിനെയും അതുപോലെ തന്നെ നമ്മുടെ സരസ്വതി അമ്മയാണ്. ശീതൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ ഇത് എന്തു ഭാവിച്ചാ, നീ സച്ചിനെ ഇങ്ങനെ വിശ്വസിക്കരുത്, അവൻ നമ്മളെ കൊല്ലും, എനിക്കത് ഉറപ്പാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ അച്ഛമ്മേ എന്നും പറഞ്ഞ് ശീതൾ സമാധാനിപ്പിക്കുന്നു. സച്ചിന്റെ ചില രീതികളെന്ന് പറഞ്ഞാൽ അങ്ങനെയാ, അല്ലാതെ സച്ചിൻ ആരെയും കൊല്ലത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ ശീതളെ, എനിക്ക് എൻ്റെ ജീവനിലും നല്ല പേടിയുണ്ടെന്നും പറഞ്ഞ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇരുമ്പ് വടി എടുത്ത് തലയടിച്ച് പൊളിക്കുമെന്നാ അവൻ പറഞ്ഞിരിക്കുന്നത് നല്ല കാര്യം സരസ്വതിയമ്മ പറയാം. ഒരു പ്രായമായ സ്ത്രീയോട് അവൻ അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ഡിമോളെ? ശീതളിനൊന്നും പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഈ പറയുന്നത് അവനെങ്ങാനും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ സരസ്വതി അമ്മയ്ക്ക് പേടി. 4 പാട് നോക്കു വന്നിട്ട്.
നമുക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പോവണ്ടേടി മോളെ എന്ന് ചോദിക്കണം. എടി, അവൻ ഒരാളല്ലേ ഉള്ളൂ, നമ്മൾ 2 പേരില്ലേ, പിന്നെ എന്താ കുഴപ്പം? ഉറങ്ങിക്കിടക്കുമ്പോഴേ അവനെ വില കയറും എടുത്ത് കെട്ടിയിടുക വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് പറയണം. എന്നിട്ട് രക്ഷപ്പെട്ട് നമുക്ക് ഇവിടുന്ന് പോകാം എന്നൊക്കെ സരസ്വതി അമ്മ ഉപദേശിച്ചു കൊടുക്കും കേട്ടോ. പോലീസിൽ എന്നിട്ട് നമുക്ക് പോയി വിവരം അറിയിക്കാം. അവനെതിരെ ഡിവോഴ്സ് കേസും കൊടുക്കണം എന്നും പറഞ്ഞ് ശീതളിനോടെല്ലാം പറഞ്ഞു കൊടുക്കാം. അവന്റെ പിടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോരണമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛമ്മേ, എനിക്കിത് ഒക്കെ ഒരു ശീലമായി ഇപ്പൊ. പിന്നെ അച്ഛമ്മ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. അച്ഛമ്മയ്ക്ക് കയറി ചെല്ലാനേ ഒരു വീടുണ്ട്, അവിടെ കാത്തിരിക്കാൻ സ്നേഹമുള്ള ഒരു മരുമകളുണ്ട്. പക്ഷെ എനിക്കോ അച്ഛമ്മയ്ക്ക് തിരിച്ചങ്ങോട്ട് സ്നേഹമൊന്നും ഇല്ലെങ്കിലും എൻ്റെ അമ്മ എന്നും അച്ഛമ്മയെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ മോന്റെ ജീവിതം കുളമാക്കിയല്ലോ നിന്റെ അമ്മ. അപ്പൊ സത്യം അത് തിരിച്ചല്ലേ അച്ഛമ്മ? അച്ഛമ്മയുടെ മകനെ വിവാഹം കഴിച്ചത് കൊണ്ടാ എൻ്റെ അമ്മയുടെ ജീവിതം ഇങ്ങനെയായി പോയതെന്ന് പറഞ്ഞപ്പം നീ അല്ലെങ്കിലും അവളുടെ മോളല്ലേ, അവളുടെ ഭാഗത്തല്ലേ നീ നിൽക്കും. അപ്പൊ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതും അനുഭവിച്ചതും മാത്രമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അച്ഛമ്മയെന്ന് ശീതൾ അന്നേരം സരസ്വതിയമ്മയോട് പറഞ്ഞു. സച്ചിന് വിവാഹം കഴിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതല് ആ വീട് എൻ്റേതല്ലാതായി എന്ന് ശീതൾ. തറവാട് വീട് എപ്പോഴും ആൺമക്കൾക്കുള്ളതാണ് എന്നുള്ള ചിന്തയാണല്ലോ നമ്മുടെ സമൂഹത്തിലുള്ളത്. അനിരുദ്ധേട്ടനും ഭാര്യയും അവിടെ ഉള്ളിടത്തോളം കാലം എനിക്കിനി അവിടെ വന്ന് താമസിക്കാൻ കഴിയില്ല അച്ഛമ്മയെന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവിന്റെ സ്വഭാവങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ടാ സുമിത്ര നിന്നെ തടയാൻ ശ്രമിച്ചത്. എന്നിട്ടും ഇങ്ങോട്ട് വരാൻ നീ നിർബന്ധം പിടിച്ചു. അതല്ലേ ശരിക്കും സംഭവിച്ചത്? ഞാനും നിന്നെ കുറെ നിർബന്ധിച്ചു. അത് വലിയ മണ്ടത്തരമായി പോയി. അതും പറഞ്ഞ് സരസ്വതി അമ്മ നിൽക്കുമ്പോൾ ശീതൾ ഇങ്ങനെ വിഷമിച്ച് സരസ്വതി അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം. എന്തായാലും നമുക്കങ്ങ് പോകാം മോളെ, നമുക്ക് അവിടെ പോയി താമസിക്കാമെന്നൊക്കെ സരസ്വതി അമ്മ പറഞ്ഞപ്പം അവിടെ വന്ന് ഇനിയും അപമാനം ഏറ്റുവാങ്ങാൻ എന്നെ കൊണ്ട് വയ്യ അച്ഛമ്മേ, ഞാൻ ഇല്ല അച്ഛമ്മേ, അതിനേക്കാളും എത്രയോ ഭേദമാണ് ഈ വീട്ടിൽ കിടന്ന് മരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. സച്ചിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നെ ഇഷ്ടമാണ് സച്ചിന്, എന്നോടൊരു കുഴപ്പമില്ല. സച്ചിന്റെ രീതി എന്ന് പറഞ്ഞ് എന്റെയും സച്ചിന്റെയും ഇടയിലേക്ക് മൂന്നാമതൊരാൾ വരരുത്, അത് മാത്രമേ സച്ചിന് പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും സച്ചിനുമായി സംസാരിച്ച് ഞാൻ തന്നെ കാര്യങ്ങൾക്ക് ഓക്കെ ആയിക്കോളാം. എന്തായാലും സച്ചിന്റെ രീതികൾക്കൊത്ത് ജീവിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. അത് അച്ഛമ്മ നോക്കിക്കോ, അത് പറ്റാതെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സരസ്വതി അമ്മ കരയുക. സരസ്വതി അമ്മയ്ക്ക് വിഷമമായി. അപ്പോൾ അച്ഛമ്മയും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കാം, പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ അനുഭവിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയപ്പോൾ സരസ്വതി അമ്മ കരയുക കേട്ടോ. അപ്പൊ ഇല്ല മോളെ, നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകില്ല എന്ന് സരസ്വതി അമ്മ ശീതളിനോട് പറയണം. ഞാൻ നിന്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കുമെന്നും സരസ്വതി അമ്മ പറയുക. നിന്നെ ഈ നരകത്തിൽ ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ പൊട്ടിക്കരയും കേട്ടോ. ഈ അച്ഛമ്മ നിന്റെ കൂടെ തന്നെയുണ്ട്, എൻ്റെ പൊന്നുമോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശീതളിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സുമിത്രയും അതുപോലെ സ്വരമോളും കൂടി വീട്ടിലേക്ക് ചെന്നു. അപ്പൊ മമ്മി നിൽക്കുന്നു പറഞ്ഞ് കാണിച്ചു കൊടുക്കുവോ സുമിത്ര? മമ്മി എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു അനന്യയെ കൊച്ച്. ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ ഞങ്ങള് മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി. അല്ല മോളെ എന്ന് സുമിത്ര പറഞ്ഞു. മോളെ, അച്ഛമ്മയെ നല്ലപോലെ നീ ബുദ്ധിമുട്ടിച്ചോ? അപ്പൊ അച്ഛമ്മ എന്നെയാ ബുദ്ധിമുട്ടിച്ചെന്ന് സ്വരമോള് പറയാം. അതെങ്ങനെ? ഈ അച്ഛമ്മ ഭയങ്കര വേഗത്തിലാണ് നടക്കുന്നേ, കൂടെ നടക്കാനേ പറ്റുന്നില്ലെന്ന് സ്വരമോള്. ഏടി ഭയങ്കരി, നീ ആള് കൊള്ളാവല്ലോ, എന്റെ കൂടെ വന്നിട്ട് നീ എന്നെ കുറ്റം പറയുന്നു എന്ന് സുമിത്ര ചോദിച്ചു. ഇനി ഞാൻ മാർക്കറ്റിൽ പോകുമ്പോ നീ വാ, നിന്നെ ഞാൻ കൊണ്ടുപോകത്തേ ഇല്ല. ഇനി അച്ഛമ്മ കൊണ്ടുപോയില്ലെങ്കിലും മാർക്കറ്റിൽ പോകാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്ന് സ്വരമോള്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമൊക്കെ ഉണ്ടോ ഞാൻ എന്നെ ചോദിച്ചപ്പോ പിന്നെ ഞാൻ ഭയങ്കര ധൈര്യശാലിയല്ലേ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കണു കേട്ടോ. മാർക്കറ്റിൽ വെച്ച് ഞാൻ ഒരാളെ കണ്ടു, അയാള് ചീത്തയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സ്വരമോള് പറയാം. ഒരു പാവ ഓട്ടോ അങ്കിളിനെ അയാൾ തല്ലി. അത് മോൾക്ക് അയാളെ അറിയാവോന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, പക്ഷെ അയാളെ കാണുമ്പോ തന്നെ പേടി തോന്നും. അപ്പൊ എന്താ സംഭവം എന്ന് അനന്യ ചോദിച്ചു. അത് എന്നും പറഞ്ഞോണ്ട് കൊച്ചി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയണം. അപ്പൊ അതൊക്കെ കേട്ട് മോളെന്തിനാ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുന്നേ എന്ന് അനന്യ കൊച്ചിനോട് ചോദിക്കുക കേട്ടോ. കൊച്ചെന്നേരം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അവരൊക്കെ ചീത്തയാ, മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഓരോ കോളിംഗ് ബെല്ല് അടിച്ചു. അപ്പൊ അനന്യ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കി. അപ്പൊ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അപ്പു. നീ ആയിരുന്നോന്ന് അനന്യ ചോദിച്ചപ്പോ പിന്നെ ആരാണെന്ന് വിചാരിച്ചേന്ന് ചോദിച്ചു. അപ്പു ചോദിച്ചു ഹായ് എന്ന് സ്വരമോൾ. അപ്പോഴേക്കും അപ്പു വന്നു. അപ്പുവിന്റെ അരികിലേക്ക് കൊച്ചു വന്നു. പിന്നെ എടുത്ത് പൊക്കി കുഞ്ഞുമായിട്ട് കളിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പോഴേക്കും അനിരുദ്ധ അങ്ങോട്ടേക്ക് വരിക.
അപ്പൊ പൂജ എവിടെ ചേച്ചിന്ന് ചോദിച്ചു. അവള് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്ത കോളിംഗ് ബെല്ലിന്റെ ശബ്ദം. പെട്ടെന്ന് നമ്മുടെ അനിരുദ്ധാണ് പോയി വാതിൽ തുറന്നത്. നോക്കുമ്പോ ആരാ? നമ്മുടെ പ്രതീഷ് എന്നും പറഞ്ഞ് നമ്മുടെ അനിരുദ്ധ് വിളിച്ചു. അപ്പൊ അനിരുദ്ധിനൊന്നും മനസ്സിലാകുന്നില്ല. പ്രതീക്ഷാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പൊ ഇടിച്ചു കയറി അകത്തേക്ക് വരുവാണ് പ്രതീഷ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പേര് പറയുന്നുണ്ട്. അപ്പോഴേക്കും കൊച്ചിനെ കണ്ടു. കൊച്ചു പെട്ടെന്ന് അനന്യയുടെ പുറകിലേക്ക് ഒളിച്ചു. അപ്പൊ മമ്മി എന്താ മോളെ ചോദിച്ചു. ഇയാളെ ഞാൻ മാർക്കറ്റിൽ വെച്ച് കണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വരമോൾ ഇങ്ങനെ പറയാം. അപ്പൊ പ്രതീക്ഷ തന്റെ കുഞ്ഞിനെ ആ ഒരു ഇതോടുകൂടി ഇങ്ങനെ നോക്കുവട്ടാ. അയാള് ചീത്തയാ എന്നും പറഞ്ഞ് കൊച്ചു പറയുന്നു കേട്ടോ. പ്രതീക്ഷനാണെ ഭയങ്കര സങ്കടം. പ്രതീഷിന്റെ കുഞ്ഞല്ലേ. അപ്പൊ പ്രതീക്ഷ ഓടി കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷെ കുഞ്ഞാണ് പ്രതീഷിന്റെ അടുത്തേക്ക് പോകുന്നില്ല. എല്ലാവരും പേടിച്ച് കുറച്ച് ഇങ്ങനെ നിൽക്കും, എന്തോ സംഭവം എന്നറിയാതെ. എന്താ എന്നെ എല്ലാരും ഇങ്ങനെ നോക്കുന്നതെന്ന് പ്രതീക്ഷ ചോദിച്ചു. പ്രതീക്ഷിച്ചത് എന്നെ ആരുന്നില്ലല്ലേ എന്ന് ചോദിക്കുന്നു. നീ എപ്പോഴാ ജയിലിൽ നിന്ന് ഇറങ്ങിയത് എന്ന് അനിരുദ്ധ ചോദിച്ചു. അത് കേട്ടപ്പോ ഇന്ന് രാവിലെയാണെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് നമ്മുടെ സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. പ്രതീഷിനെ കാണുന്നു. പ്രതീഷിനെ കണ്ടപ്പോഴേക്കും സുമിത്ര മോനേന്നും പറഞ്ഞ് വിളിച്ചു. മകൻ അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ പ്രതീഷിന് പെട്ടെന്ന് മനസ്സിലേക്ക് രഞ്ജിത പറഞ്ഞൊക്കെ ഓർമ്മ വരിക. പെട്ടെന്ന് തന്നെ സുമിത്ര ഇങ്ങനെ താടിയിൽ പിടിക്കാൻ ചെന്നപ്പോ വേണ്ടാന്ന് പറഞ്ഞ കൈ അങ്ങ് തട്ടി മാറ്റി. എന്നിട്ട് ഇങ്ങനെ തൂച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക നമ്മുടെ സുമിത്രയാണെങ്കിലോ ഇങ്ങനെ ആ ഒരു വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇവൻ എന്നാ പറ്റിയതെന്ന് ഓർത്ത്. അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലേ എന്ന് പ്രതീക്ഷ ചോദിക്കുന്നു. എന്നിട്ടും എന്നോടാരും അത് പറഞ്ഞില്ല, കരഞ്ഞോണ്ട് പറയുക. അപ്പോ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരിക്കൽ പോലും ഏട്ടൻ എന്നോട് പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കുന്നു നമ്മുടെ പ്രതീക്ഷ. അപ്പോഴും ആർക്കൊന്നും പറയാനില്ല. മരിച്ചു പോയ അമ്മയെ ഓർത്ത് എല്ലാ രാത്രികളിലും ഞാൻ കരയുമായിരുന്നു. എൻ്റെ അമ്മ ജീവനോടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം. സുമിത്ര നിന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാം. ഇങ്ങനെ പ്രതീക്ഷ ശ്രീനിലയത്തിലേക്ക് വന്നതും അതുപോലെ ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. മോനെ 6 വർഷം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഓർമ്മകളില്ലാതെ അമ്മ കോമയിലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അത് കേട്ടുകഴിയുമ്പോ നമ്മള് ഇന്നും അല്ലാണ്ട് നോക്കുക. അപ്പൊ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല മോനെ എന്നും പറഞ്ഞു സുമിത്ര. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടും ഇവരാരും അമ്മയോടൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ വിഷമിച്ച് നിൽക്കുക. നീ ജയിലിലാണെന്ന് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അന്വേഷിച്ചിരുന്നെങ്കിൽ കണ്ടെത്താമായിരുന്നു എന്ന് പ്രതീക്ഷ പറയാം. സത്യം പറയേണ്ട ഈ ഡോക്ടർ അത് അമ്മയെ അറിയിച്ചില്ലല്ലേ എന്ന് ചോദിച്ച് പ്രതീക്ഷ ഒന്നും വിശ്വസിക്കാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. അനന്യക്കാണെങ്കിൽ മരവിച്ച് അവിടെ നിൽക്കുവാണ്. എന്താ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങരുത് എന്ന് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ എൻ്റെ ഏട്ടനും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം അങ്ങനെയല്ല എന്ന് അനിരുദ്ധ നേരം പറഞ്ഞു. നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണെന്ന് പറഞ്ഞപ്പം വേണ്ട, നിങ്ങളുടെ ആരുടെയും കെട്ടുകഥയൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി എന്നും പറഞ്ഞു പ്രതീക്ഷ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുക. ഏട്ടനെ കുറിച്ച് എനിക്കിപ്പോ നല്ല വ്യക്തമായ ധാരണ തന്നെ ഉണ്ടെന്നും അത് മാറ്റാനും നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ഒരു സൗകര്യമായിട്ട് നിങ്ങൾ കരുതിയല്ലേ എന്നൊക്കെ പ്രതീക്ഷ ചോദിക്കുക കേട്ടോ. അനന്യാണെങ്കിൽ പേടിച്ചിങ്ങനെ നിൽക്കുക. അതോ ഞാനിനി ഒരിക്കലും ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴും സുമിത്ര ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പുവിനും ആകെ സങ്കടമായി. അപ്പൊ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് അനിരുദ്ധ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നിന്നെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറക്കാൻ ഞാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞപ്പം എന്നിട്ട് എന്റെ വക്കീലന്മാരെ ആരെയും കിട്ടിയില്ലേ എന്നും ചോദിച്ച് കേട്ടാൽ വിശ്വസിക്കാൻ തോന്നുന്ന ഒരു കള്ളം അത് പറയേട്ടാ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അങ്ങനെ സുമിത്ര കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും